ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഏതോ ഒരു അമ്മ ഏതോ നാട്ടിൽ എവിടെയോ ഇരുന്ന് സങ്കടപ്പെടുന്നതായിട്ട് ഉള്ളിലൊരു തോന്നൽ. ആ അമ്മയ്ക്കുള്ള ഒരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ ആ അമ്മയോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന അമ്മയോ അല്ലെങ്കിൽ അമ്മമാരോ ദൈവത്തിൻ്റെ സന്ദേശമായിട്ട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് വലിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ സമയത്ത് ഏതോ ഒരമ്മ അല്ലെങ്കിൽ അമ്മമാരെ സ്വന്തം കുടുംബത്തെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയും കണ്ണുനീരൊഴുക്കി മുറവിളി കൂട്ടുന്നുണ്ട്, നിലവിളിക്കുന്നതായിട്ട് തോന്നുന്നു. ചില ആളുകൾ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സംരക്ഷണം, ഒരു പരിഗണന, അത് നഷ്ടപ്പെട്ട വേദന. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു അനാഥയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട്. അതുമല്ല, മക്കളുടെ രോഗപീഠകൾ, മക്കളുടെ സാമ്പത്തിക പരാധീനതകൾ, മക്കളുടെ കുത്തഴിഞ്ഞ ജീവിതങ്ങൾ, ഏതുമായിക്കൊള്ളട്ടെ, പലതരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരിത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മയെ, നിങ്ങളോട് കർത്താവിന് പറയാനുള്ള, ദൈവത്തിന് പറയാനുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. ബൈബിളിലെ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് നിലവിളിച്ച് കരഞ്ഞ, അലമുറയിട്ട് കരഞ്ഞ ഒരു അമ്മയെ പരാമർശിക്കുന്നുണ്ട്. ഹാഗാർ എന്നാണ് ആ അമ്മയുടെ പേര്. നമ്മിൽ പലർക്കും ഇതറിയാം. ബൈബിളിലെ ആ അമ്മയുടെ പേര് ഹാഗാർ എന്നാണ്. ആ അമ്മയെ ഭർത്താവായ അബ്രാഹാം സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയും കൂട്ടി മരുഭൂമിയിലേക്ക് തള്ളിവിട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളം അവസാനിച്ചപ്പോൾ സ്വന്തം കുഞ്ഞ് ദാഹിച്ചിട്ട് മരണവെപ്രാളമെടുത്ത് കരയുന്ന സമയത്ത് ഈ അമ്മ അത് സ്വന്തം കുഞ്ഞ് മരിക്കുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മാറിയിരുന്ന് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഈ ഹാഗാറിൻ്റെ പര്യായങ്ങളാണ് നമ്മിൽ പലരും. സ്വന്തം കുടുംബത്ത് സമാധാനമില്ലാതെ, സ്വന്തം ഭർത്താവ് അംഗീകരിക്കാതെ, വില തരാതെ, നേരെ തിരിച്ചുകൊണ്ട് ചില ഭാര്യമാർ ചില ഭർത്താക്കന്മാരെ ബഹുമാനിക്കാതെ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാരുമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരോ സഹോദരനോ സഹോദരി ആരുമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തിലെ ഏത് തകർച്ചയുമായിക്കൊള്ളട്ടെ, ഏത് സങ്കടവും ആയിക്കൊള്ളട്ടെ, ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് ഒരുപാട് സങ്കടത്തോടെ മരിച്ചാൽ മതി എന്ന് പോലും ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, ഹാഗാർ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഒരു അയൽവാസികൾ പോലും അവൾ ആശ്വസിപ്പിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം. കയ്യിൽ പൈസയില്ല, ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളം അതുപോലും കയ്യിലില്ല. മരുഭൂമിയിൽ ഒന്ന് കാണാൻ, തൻ്റെ സങ്കടം ഒന്ന് ഏറ്റു പറയാൻ, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുവാൻ പോലും ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു സ്ഥലം, അതാണല്ലോ മരുഭൂമി. മരുഭൂമിയിൽ സാധാരണ രീതിയിൽ വെള്ളം കണ്ടെത്താൻ ബുദ്ധിമുട്ട്. എങ്ങോട്ട് നടക്കണമെന്ന് അറിഞ്ഞുകൂടാ. എവിടെ നോക്കിയാലും മണൽക്കൂമ്പാരങ്ങൾ. തെക്കേത് വടക്കേത് കിഴക്കേതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പകച്ചു നിൽക്കുന്ന കുറേ അമ്മമാരുണ്ടായിരിക്കാം, കുറേ അപ്പന്മാരുണ്ടായിരിക്കാം, കുറേ മക്കളുണ്ടായിരിക്കാം. ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവരുണ്ടാകും, വഴിമുട്ടി എന്ന് കരുതി കരയുന്നവരുണ്ടാകും. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഹാഗാർ നിലവിളിച്ചപ്പോൾ, ഹാഗാറിൻ്റെ കുഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കർത്താവിൻ്റെ കാതുകളിലെത്തി. കർത്താവ് തൻ്റെ ദൂതനയച്ച് ഹാഗാറിനോട് പറയുന്നുണ്ട്, മോളെ ഭയപ്പെടേണ്ട, നിനക്കായിട്ടുള്ള, നിൻ്റെ സങ്കടം പരിഹരിക്കാനുള്ള, നിൻ്റെ കുഞ്ഞിന് ജീവൻ നിലനിർത്താനുള്ള
ഒരു രക്ഷാ സംവിധാനം ദൈവം നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവം ചെയ്തു വെച്ച ആ സംവിധാനം കാണുവാനായിട്ട് ഹാഗാറിൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ ദൂതൻ തുറന്നു കൊടുക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഹാഗാറിൻ്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവൾ കാണുന്നുണ്ട് മരുഭൂമിയിൽ ഒരു കിണർ. നിങ്ങൾക്കിത് ചിന്തിക്കാമോ? മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കാണാൻ സാധിക്കാത്ത സ്ഥലത്താണ് ഒരു കിണർ വെള്ളം. ഹാഗാർ ചോദിച്ചത് ഒരു നേരത്തെ വെള്ളം, ദൈവം അവൾക്ക് കൊടുത്തത് ഒരു ജീവിതകാലം മുഴുവനും ആസ്വദിക്കാൻ, അനുഭവിക്കാനുള്ള വെള്ളം. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതുന്ന അത്രയും നിരാശയിലേക്ക് തള്ളിവിടാറുണ്ട്. എൻ്റെ ജീവിതം വഴിമുട്ടിയല്ലോ, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവരുണ്ട്. ഞാനും നിങ്ങളും ഈ ഹാഗാറിൻ്റെ പര്യായമായിരിക്കാം. സ്നേഹമുള്ളവരെ, ഹാഗാർ ഒരാൺതുണയില്ലാതെ ഒരു തൻ്റെ സങ്കടമൊന്ന് ആരോടെങ്കിലും ഏറ്റുപറയാൻ പോലും സാധിക്കാതെ അത്രമാത്രം ഒറ്റപ്പെട്ടും നിരാശപ്പെട്ടും കഴിയുന്ന ഹാഗാർ, ഈ ഹാഗാർ ഞാനും വ്യത്യാസമില്ല കേട്ടോ. എന്നാൽ ദൈവം പറയുന്നു, നിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം നേരത്തെ ദൈവം സംവിധാനം ചെയ്തിട്ടുണ്ട്. നീ അത് കാണാഞ്ഞിട്ടാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ അത് കാണുവാനായിട്ട് നിൻ്റെ കണ്ണുകൾ ദൈവം തുറന്നു തരട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്കിങ്ങനെ ആഗ്രഹിക്കാം, കർത്താവേ, എനിക്ക് വേണ്ടി, എൻ്റെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഒരു പരിഹാര മാർഗം ദൈവമേ നീ കണ്ടുവച്ചിട്ടുണ്ട്. അത് എനിക്കൊന്ന് കാണിച്ചതായോ. രക്ഷപ്പെടാനുള്ള പുതിയ വഴിയല്ല ഞാൻ തേടുന്നത്. എന്താണ്? എനിക്ക് വേണ്ടി ദൈവം നേരത്തെ ഒരുക്കി വെച്ചിരുന്ന രക്ഷയുടെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെയും നിൻ്റെയും ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരമായ ആ രക്ഷയുടെ കിണർ നീ കാണുവാൻ നിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളൊന്ന് തുറന്നാൽ മാത്രം മതി. ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഒന്ന് മാത്രം മതി നിനക്ക് വേണ്ടി ദൈവം ചെയ്തു വച്ചിരിക്കുന്ന ആ രക്ഷയുടെ കിണർ കാണാനായിട്ട്. എനിക്ക് പരിചയമുള്ള ഒരമ്മയുണ്ട്, തുളസി എന്നാണ് ആ അമ്മയുടെ പേര്. ആ അമ്മയുടെ ചെറുപ്പകാലത്ത് ഒരു കുഞ്ഞുണ്ടാകുന്നു, ആൺകുഞ്ഞാണ്. ആൺകുഞ്ഞ് 18ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് മൂലം മരിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ വേറെയുണ്ട്. സുഖമില്ലാത്ത ഒരു ഭർത്താവുമുണ്ട്. ജീവിതം വഴിമുട്ടിയ സാഹചര്യം. ഒരു വരുമാന മാർഗം ആകും മുൻപേ താങ്ങും തണലുമാകാൻ സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആൺകുഞ്ഞ് ഇതാ അകാലത്തിൽ മരിച്ചു പോയിരിക്കുന്നു. സങ്കടമുണ്ട്. പക്ഷേ അമ്മ തളർന്നില്ല. കുടുംബം പോറ്റാനായിട്ട് അടുക്കള പണിക്കായി പോയി. ഒരു കോൺവെൻറ്റിൻ്റെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഓട് മാറ്റാനായിട്ട് മേൽക്കൂരയിൽ കയറി അവിടെ നിന്ന് താഴെ വീണു. 27 വർഷങ്ങൾക്ക് മുൻപ് അവിടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി. ശേഷിക്കുന്ന ജീവിതം നരകതുല്യം. ഒരാൺ തുണ ഉള്ളത് നിത്യരോഗി, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരാൺകുഞ്ഞുണ്ടായത് അകാലത്തിൽ മരിച്ചുപോയി. തനിക്ക് സ്വയം പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ തളർന്നും പോയി. സ്നേഹമുള്ളവരെ, ആരായാലും തളർന്നു പോകും. ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചു പോകും. ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും? ആരും എനിക്ക് വരുമാനത്തിനുള്ള മാർഗം ആര് കൊണ്ടുതരും? എൻ്റെ കുടുംബം എങ്ങനെ പുലരും? 2 പെൺകുട്ടികൾ വേറെയുണ്ട്, പഠിപ്പിക്കണം, വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭർത്താവ് നിത്യരോഗി, ഒരു ആൺ തുണയില്ല, ആൺ സഹായമില്ല, സ്വന്തം ശരീരം തളർന്നു കിടക്കുന്നു. എങ്ങനെ ജീവിക്കും? ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അവർ ദൈവം അവർക്കായി സംവിധാനം ചെയ്ത ആ രക്ഷകനെ, ആ രക്ഷയുടെ ആ കിണർ കാണുവാനായിട്ട് ദൈവം തന്നെ അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. തുളസിയമ്മ എന്നാണ് അമ്മയുടെ പേര്. തുളസി ഹൈന്ദവ മതത്തിൽ ജനിച്ച് എന്നാൽ ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ അറിയാൻ ദൈവം ഇടവരുത്തി. യേശുവിനെ അറിയുകയും യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ അംഗീകരിക്കുകയും ചെയ്തു. അവരുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മരിച്ചുപോയ മകൻ തിരിച്ചു വന്നില്ല. ഭർത്താവിൻ്റെ മാറാരോഗം മാറിയില്ല. ഇവരുടെ തളർന്നുപോയ ശരീരത്തിന് ആരോഗ്യം ലഭിച്ചില്ല.
യേശുവിനെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന പലരോടും എനിക്കുള്ള മറുപടി, നിൻ്റെ ശരീരത്തിനോ നിൻ്റെ ചുറ്റുപാടുകൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും നീ നിൻ്റെ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ ജീവിതം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ മകൻ മരിച്ചിട്ടും ശരീരം തളർന്നിട്ടും 2 പെൺമക്കൾ ഉണ്ടായിരുന്നിട്ടും അവർ ജീവിച്ചു. കഴിഞ്ഞ 27 വർഷക്കാലം അവർ ജീവിക്കുകയാണ്. പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, അവരെ കെട്ടിച്ചു വിട്ടു, നിത്യരോഗിയായ ഭർത്താവിനെ പരിചരിച്ചു. ആ ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. നോക്കുക, ഇതൊക്കെ ശരീരം തളർന്നു കിടക്കുന്ന, അരയ്ക്ക് കീപ്പോട്ട് തളർന്നു കിടക്കുന്ന ഈ ചേച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് അധ്വാനിച്ചിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ അവരുടെ ജീവിതം വഴിമുട്ടിയെടുത്ത് രക്ഷകനായ യേശുവിനെ അവർ കണ്ടുമുട്ടുന്നു. യേശുവിനെ കാണാനുള്ള കാഴ്ച അവർക്ക് ലഭിക്കുന്നു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഞാനും നീയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും, പ്രത്യേകിച്ച് കുടുംബത്തെ ഓർത്ത് കരയുന്ന അമ്മമാരെ, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, ഭാര്യ ഓർത്ത് കരയുന്ന ഭർത്താവിന് ഓർത്ത് സങ്കടപ്പെടുന്ന ഭാര്യ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ യേശുവാകുന്ന രക്ഷകനെ കാണുവാൻ സ്വന്തം കണ്ണുകളൊന്ന് തുറക്കപ്പെടട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ദൈവം നിങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നാൽ, ദൈവം നിങ്ങളുടെ ഉൾക്കാഴ്ച ശക്തി അത് തിരിച്ചു തന്നാൽ, തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള രക്ഷാമാർഗം അതിനകത്തുണ്ടാകും. ഇതൊന്ന് വിശ്വസിക്കാമോ? ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആര് തന്നെ ആയാലും സങ്കടപ്പെട്ട് നിരാശപ്പെട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്ന നിനക്കുള്ള ദൂതാണിത്. നിൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞുപോയിട്ടില്ല. നിൻ്റെ കണ്ണുകൾ തുറന്നാൽ നിനക്കായി ദൈവം നേരത്തെ സംവിധാനം ചെയ്ത ആ രക്ഷയുടെ വഴികൾ തുറന്നു കിടക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വഴിയല്ല തുറക്കേണ്ടത്, നിൻ്റെ കണ്ണാണ് തുറക്കേണ്ടത്. വഴിയല്ല തെളിയേണ്ടത്, നിൻ്റെ വിശ്വാസമാകുന്ന കണ്ണാണ് തെളിയേണ്ടത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സങ്കടത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരോട് ദൈവത്തിൻ്റെ ആത്മാവെന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിൻ്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, നീ ഒറ്റപ്പെട്ടവനോ ദാരിദ്ര്യം അനുഭവിക്കുന്നവനോ നിത്യരോഗിയോ ആരുമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ കീറാമുട്ടിയെന്ന് നീ കരുതുന്ന നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള രക്ഷാമാർഗം നേരത്തെ ദൈവം സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ വഴിയൊന്ന് കാണുവാൻ നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.